ആഗസ്റ്റ് 1 വിശുദ്ധ അൽഫോൺസ് ലിഗോരി. 1696 ഇറ്റലിയിലെ കുലീന പ്രഭു കുടുംബത്തിലായിരുന്നു വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ജനനം. രാജകീയ നാവികസേനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു വിശുദ്ധന്റെ പിതാവ്. പഠനത്തിൽ സമർത്ഥനായിരുന്ന വിശുദ്ധൻ തൻ്റെ 16-ാമത്തെ വയസ്സിൽ സഭാ നിയമത്തിലും പൊതുനിയമത്തിലും ബിരുദധാരിയായതിനു ശേഷം 10 വർഷം കോടതിയിൽ പരിശീലനം ചെയ്തു. ഒരിക്കൽ താൻ വാദിക്കുന്ന കേസിൽ നീതിയുടെ ഒരു അംശം പോലുമില്ലെന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ തൻ്റെ ജോലി ഉപേക്ഷിച്ചു. ദൈവസേവനത്തിനായി തൻ്റെ ജീവിതം സമർപ്പിച്ചു. 1726 പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. അനുതാപത്തിന്റെ സഹോദരിമാരുടെ സന്യാസിനി സഭാ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. 1732 വിശുദ്ധൻ രക്ഷകന്റെ സഭ എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചു. ഇറ്റലിയിലെ നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ സഭയുടെ സ്ഥാപനം. 1762 വിശുദ്ധൻ നേപ്പിൾസിന് സമീപമുള്ള സാൻ അഗതാഡി ഗോഡിഡിലെ മെത്രാനായി അഭിഷിക്തനായി. വിശുദ്ധൻ അനാചാരങ്ങളെ തിരുത്തുകയും ദേവാലയങ്ങൾ പുനർനിർമ്മിക്കുകയും സെമിനാരികളെ നവീകരിക്കുകയും തൻ്റെ രൂപതയിൽ മുഴുവൻ സുവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്തു. 1763-64 ക്ഷാമകാലത്ത് വിശുദ്ധൻ കാണിച്ച കാരുണ്യവും ഉദാരമനസ്കതയും അതിരുകളില്ലാത്തതാണ്. 1768 വിശുദ്ധന് വളരെ വേദനാജനകമായ രോഗം പിടിപെടുകയും വിശുദ്ധൻ മെത്രാൻ പദവി ഒഴിയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ സഭയിലെ ഭിന്നതകൾ കാരണം വിശുദ്ധൻ അതീവ ദുഃഖിതനായിരുന്നു. 1787 ആഗസ്റ്റ് 1 സലേണോയ്ക്ക് സമീപമുള്ള പഗനിയിൽ വെച്ച് വിശുദ്ധൻ മരണമടഞ്ഞു. 1839 വിശുദ്ധ അൽഫോൺസ് ലിഗോരിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.